അരജൻ മരിച്ച രാജാവ്. അപ്പോൾ അരജൻ കൊടുത്ത സ്ഥലത്ത് പള്ളി പണിതുകൊണ്ട് അരപ്പള്ളി എന്നുള്ള പേര് വന്നു. അന്ന് 300 ഏക്കർ സ്ഥലം കൊടുത്തായിരുന്നു. എന്നാലും പിന്നീട് ഇവിടെ ഒരു വസൂരി രോഗം ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ കേരളത്തിലേക്ക് പോയി. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന വസ്തുക്കൾ മറ്റുള്ള ആൾക്കാർ പിടിച്ചെടുത്തു. ഇന്ന് 2 ഏക്കർ വസ്തുവേ ഉള്ളൂ. അത് 4-5 ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. പള്ളി പണിയുമ്പോൾ ഈ ഇടഭാഗം വരെ ഉണ്ടായിരുന്നുള്ള പള്ളി, അങ്ങോട്ടുള്ള ഭാഗം പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. പിന്നെ മേൽക്കൂര നീളത്തിലുള്ള കരിങ്കല്ല് വാങ്ങിയിരിക്കുന്ന മേൽക്കൂരയായിരുന്നു. ഇതാണ് ഈ കുഴികൾ കാണുന്നത്, നീളത്തിലുള്ള കല്ലടിക്കുന്നത്. അത് മാറ്റിയിട്ടാണ് ഇങ്ങനെയുള്ള റൂം ആക്കിയിരിക്കുന്നത്. പിന്നെ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന മാമോദീസ തൊട്ടിയാണ് കാണുന്നത്. പിന്നെ ഈ പള്ളി ഒരു തത്വത്തിന് വിജയമായി ഹിന്ദുസ് പറഞ്ഞൊരു ഹൈന്ദവ ക്ഷേത്രമാണെന്ന് പറഞ്ഞു. അങ്ങനെ തർക്കമുണ്ടായപ്പോൾ ഈ ഭിത്തിയിലെല്ലാം സിമെന്റ് പൂശിയിട്ടായിരുന്നു. സിമെന്റ് അളക്കി നോക്കിയപ്പോഴേ ഇവിടെ ഒരു കുരിശ് കാണുകയുണ്ടായി. ഈ കരിങ്കല്ലിലാണ്. ഈ കുരിശ് കണ്ടപ്പോഴാണ് ഇത് ക്രിസ്ത്യൻ ദേവാലയമാണെന്ന് മനസ്സിലാവുകയും പിടിച്ചെടുക്കാൻ വന്നവർ വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത്. പിന്നെ ഈ പ്രയർ ടേബിൾ 1600 വർഷം പഴക്കമുള്ളതാണ്. പോർട്ടുഗീസ് രാജ്യക്കാരെ നമുക്ക് സംഭാവനയായിട്ട് തരുന്നതാണ്. അടിയിൽ തീർത്തിരിക്കുന്നതാണ്. ഈ പത്രോസ്ലിയുടെയും പൗലോസ്ലിയുടെയും പടമാണ് കൊടുത്തിരിക്കുന്നത്. പത്രോസ്ലിയ കയ്യിൽ താക്കോൽ വേണ്ടി നിൽക്കുന്നു, പൗലോസ്ലിയ കയ്യിൽ വാള് വേണ്ടി നിൽക്കുന്ന പടമാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിന് ഒരു പെരിക്കൽ പശുവിന്റെയും 3 കുഞ്ഞുങ്ങളുടെയും പടം വരച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത കള്ളപ്പശി അതിന്റെ നെഞ്ചു കുത്തി തുറന്ന് അതിന്റെ രക്തം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അവസാനം രക്തം വാർന്നാണ് ആ പശു മരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ രക്തം തന്ന് നമ്മെ വീണ്ടെടുത്തു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സൈഡിൽ ഒരു ഫീനിക്സ് പശുവിന്റെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത ഒരു പശു അതിചാരമായി തീർന്ന് അതിന്റെ ചിതയിൽ നിന്ന്, അതിന്റെ ചാരത്തിൽ നിന്ന് വേറൊരു പശു ഉയർത്തെഴുന്നേൽക്കുന്നു. യേശുവിന്റെ ഉയർപ്പിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് മാർത്തോമസ്ലിയുടെ തിരുശേഷിപ്പാണ്. കഴിഞ്ഞ ജൂലൈ മാസം 11-ാം തീയതിയാണ് ഇത് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചത്. ഇത് മൈലാപ്പൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. മാർത്തോമസ്ലിയുടെ കവറുടെ എല്ലാം മൈലാപ്പൂരാണല്ലോ, അവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ ഒരു ഭക്തനായ ഒരു റമ്പാച്ചൻ താമസിച്ചിരുന്നതാണ്. 40 വർഷം മുമ്പ് ഇവിടെ ഉണ്ട്. പിന്നെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു കിണർ അവിടെ വെളിയിൽ കാണാനായിട്ട് കഴിയും. അതിന്റെ പ്രത്യേകത ഒരിക്കലും വെള്ളം കൊടുക്കത്തില്ല. ഇവിടുത്തെ ആവശ്യത്തിനെല്ലാം വെള്ളം അതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മാമോദീസ ഈ വെളിയിൽ ആദ്യകാലത്ത് ഉപയോഗിച്ചിട്ടാണ്. ആദ്യകാലത്ത് പഠിക്കുന്ന അതാണ് ഇവിടെ കാണുന്നത്. അത്